പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, ഒരുപാട് നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു കാന്താരി മുളകച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു കാന്താരി മുളകച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവിൽ കാന്താരി എടുത്തിട്ടുണ്ട്. ഇത് മിക്സായിട്ടാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പച്ച കാന്താരിയുണ്ട്, അതുപോലെ തന്നെ വെള്ള കാന്താരിയുമുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ആ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ ശകലം പോലും വെള്ളമായും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് വെളിച്ചെണ്ണ മാത്രമാട്ടോ എടുത്തേക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകേണ്ട, ജസ്റ്റ് ഒന്ന് കളർന്ന് മാറി വന്നാൽ മാത്രം മതി. അതായിപ്പം നമ്മുടെ കാന്താരിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനിയും അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതേ അളവിൽ തന്നെ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം മുഴുവനുള്ള ഉലുവയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഉലുവ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു കൂടം വെളുത്തുള്ളിയാട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം, എന്നാലും നമ്മുടെ ഒരു അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ എടുത്തേക്കുന്നത് സാധാരണ വിനാഗിരി ആട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ആപ്പിൾ വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കാന്താരി മുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. കുറച്ചും കൂടെയൊക്കെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് വറ്റിച്ച് തന്നെയാട്ടോ എടുക്കുന്നത്. ഇതിപ്പം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉലുവപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഉലുവ കുറച്ചേറെ ചേർത്ത് കൊടുത്തതായതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കായം എല്ലായിടും എത്തുന്ന ആ ഒരു രീതിക്ക് തന്നെ വേണം മിക്സാക്കി കൊടുക്കാനായിട്ട്. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള കാന്താരി മുളകച്ചാർ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ കഴിക്കാൻ സൂപ്പറാട്ടോ. നമ്മൾ കാന്താരി മുളകച്ചാർ ഉണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വിനാഗിരിയും കായത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഒരാഴ്ച കഴിയുമ്പോഴാണ് ഇതിൽ ഇറങ്ങി കിട്ടുള്ളൂ. കാന്താരിയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കണേ. നല്ലതായിട്ടോ കഴിക്കാനായിട്ട്. ഒരുപാട് നാൾ നമുക്കിത് കേടാവാതെ ഉപയോഗിക്കാനും പറ്റും. ഫ്രിഡ്ജിലൊന്നും ഇത് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുവാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കിത് കേടാവാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. എല്ലാവരും ഈ ഒരു രീതിക്ക് കാന്താരി മുളകച്ചാർ ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പമായിട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.